ഹലോ ഓൾ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. അങ്ങനെ നമ്മൾ S5-ലെ ഒരു വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോ പാർട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ പേര് ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജോയിൻ ചെയ്തവരാണെങ്കിൽ അറിയുന്നുണ്ടാവും. എന്നിരുന്നാലും പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈസെൽഫ്, ഐ എം ഫസ്ലുദ്ദീൻ ആൻഡ് ഫ്രം ദി ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ഇവിടെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മുടെ ഈ S5-ലെ പല കോർ സബ്ജക്ട്സിന്റെ ഇടയിലും കുറച്ച് റിലാക്സേഷൻ കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ആക്ച്വലി മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഇത് പഴയ സ്കീമുകളിൽ, അതായത് പണ്ട് 2019 സ്കീം ആയിക്കോട്ടെ, അതിന് മുമ്പ് ഉണ്ടായിരുന്ന 2015 സ്കീം ആയിക്കോട്ടെ, ഇനി KTU ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന അപ്പോൾ പല യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. ആ കാലങ്ങളിലൊക്കെ എല്ലാ എഞ്ചിനീയേഴ്സും പഠിച്ചിരിക്കേണ്ട ഒരു കോമൺ സബ്ജക്റ്റ് ആയിരുന്നു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് പിൽക്കാലത്ത് അതിന് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. പിന്നീട് അത് 2019 സ്കീമൊക്കെ എത്തിയപ്പോൾ അതിന് മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന ടേമായി. 2024 ആയപ്പോൾ, അതായത് 2024 സ്കീമിൽ നോക്കുമ്പോൾ ഈ മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന സബ്ജക്ട് വെറും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ടാണ് ഈ സെമ്മിൽ കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത സെമ്മിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിന് വരുന്നുണ്ടോ, ഇനി അതല്ല ഹയർ സെമസ്റ്ററിലാണോ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നെന്നുള്ളത് അറിയില്ല. ഏതായിരുന്നാലും ഇപ്രാവശ്യം മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് വെറും മെക്കാനിക്കൽ സ്റ്റുഡൻസിന് മാത്രമാണ് S5-ലുള്ളത്. ശരിക്കും ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വെറും ഒരു മെക്കാനിക്കൽകാർ മാത്രം പഠിക്കേണ്ടതല്ല. ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ്. ക്ലിയർ? എനിക്ക് ആദ്യമേ ഇതിൽ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല കോർ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നതിനിടയിൽ, വളരെ കട്ടിയുള്ള കുറച്ച് കോർ സബ്ജക്റ്റുകൾ പഠിക്കുന്നതിനിടയിൽ മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് പറയുന്ന ഒരു സബ്ജക്ട് കാണുമ്പോൾ പൊതുവെ എല്ലാവരും കുറച്ച് റിലാക്സ്ഡ് ആവും. അത് മാനേജ്മെന്റ് പേപ്പർ അല്ലേ, തിയറി അല്ലേ, എളുപ്പമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, തിയറിറ്റിക്കൽ വൈസ്, അതായത് എക്സാം ഓറിയന്റഡ് വൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ പറയാനുള്ളത്. മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് സിമ്പിൾ സബ്ജക്റ്റ് ആണെങ്കിലും അതിന്റെ ക്രെഡിറ്റ് കണ്ടോ നിങ്ങൾ? കോർ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് പോലെ തന്നെ 4 ക്രെഡിറ്റ് ഉണ്ട്. ക്ലിയർ? അപ്പൊ കുറച്ച് റെലവൻസ് ഉള്ള സബ്ജക്റ്റിന് ക്രെഡിറ്റ് 4-ഉം, കുറച്ചൊരു കുറവ് റെലവൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ 3-ഉമാണ് വരാറുള്ളത്. പിന്നെ അതിന്റെ താഴേക്ക് 2 ഉണ്ട്. പിന്നെ അതേപോലെ ലാബുകളിലൊക്കെ ചിലതിന് 1-ആണ് കണ്ടത്. പിന്നെ അതേപോലെ ക്രെഡിറ്റ്സ് ഇല്ലാത്ത സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ക്രെഡിറ്റ് എത്രയാ? 4-ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ SGPAയും അതുപോലെ അതുവഴി CGPAയും ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 4 ക്രെഡിറ്റ് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നിങ്ങളുടെ ഗ്രേഡ് മാറുന്നതനുസരിച്ച് മാറും. ഐ ഹോപ്പ് യു നോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഏതായാലും മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സിന്റെ കോഡ് PBMET 504. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇതിൽ ശ്രദ്ധിച്ചേ, ഇതിൽ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്റേണൽ മാർക്സ് 60 മാർക്കാണ്. നിങ്ങളുടെ കോളേജിൽ നടക്കുന്ന ഇന്റേണൽ എക്സാമുകൾക്കൊക്കെ വെച്ചിട്ട് ഈ സബ്ജക്റ്റിന് ഇന്റേണൽ മാർക്സ് വരുന്നത് 60-ആണ്. അത് വെറും എക്സാം വെച്ചിട്ട് മാത്രമല്ല, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എൻഡ് സെമസ്റ്റർ എക്സാം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം വെറും 40 മാർക്കിനായിരിക്കും ഉണ്ടാകും. സാധാരണ യൂണിവേഴ്സിറ്റി 60-ഉം ഇന്റേണൽ 40-ഉമാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി എക്സാം 2.5 മണിക്കൂറായിരിക്കും. ടീച്ചിങ് ഹവേഴ്സ് പെർ വീക്ക് 3 ഹവർ ലെക്ചറും, പിന്നെ നോക്കിയേ അവസാനത്തെ 1 ഹവർ എന്ന് പറയുന്നത് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. ഈ സബ്ജക്റ്റ് PBL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ്. ഇപ്പൊ 2024 സ്കീമിലെ എല്ലാ സെമസ്റ്ററിലും ഒരു സബ്ജക്റ്റ് പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ, എനിക്ക് തോന്നുന്നു S3-ലാണോ S4-ലാണോ ശരിക്കും മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിച്ചില്ല. അത് ആക്ച്വലി പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കോളേജിൽ അത് പഠിപ്പിച്ചതെന്നുള്ളത് നമുക്ക് അറിയില്ല.
പിന്നെ S4 ഏതായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും S5 നിങ്ങളുടെ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ്. അതായത് നിങ്ങൾ പഠിക്കുന്നത് ഒരു പ്രൊജക്റ്റിന് എക്സാമ്പിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൈക്രോ പ്രൊജക്ട് ചെയ്തിട്ടോ ആണ് നിങ്ങൾ ഈ സബ്ജക്ട് പഠിക്കേണ്ടത് എന്നാണ്. ക്ലിയർ? നിങ്ങളുടെ കോളേജുകളിൽ അതത് സബ്ജക്റ്റുകൾ PBL സബ്ജക്റ്റുകൾ ആ രീതിയിൽ തന്നെയാണോ എടുക്കുന്നതെന്ന് അറിയില്ല. ഇവിടെ ഇന്റേണൽസിലാണ് ആ 60 മാർക്ക് വരുന്നത്. അപ്പൊ അവിടെ ടീച്ചിങ് സ്റ്റാഫിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് പ്രൊജക്റ്റ് ഒന്നും നടത്താതെ അസൈൻമെന്റ് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണൽസിലെ സാധാരണ ഒരു തിയറി സബ്ജക്ട് നടത്തുന്ന പോലെ ഇന്റേണൽസിന്റെ മാർക്ക് കൂട്ടിയിട്ട് അവിടെ ഇന്റേണൽ മാർക്സ് അങ്ങനെ 60 ആക്കാം. അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു റൂട്ട് മാപ്പ് ഉണ്ട്, അതിനനുസരിച്ച് സബ്ജക്ട് പഠിക്കണം. ചിലപ്പോൾ ചെക്കിങ്ങിനൊക്കെ ആൾക്കാർ വരാറുണ്ട്. അതായത് KTUവിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഓരോ കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. ഇപ്പൊ അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നുണ്ട് അറിയില്ല. അവർ വന്നിട്ട് അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അതിപ്പോ നടക്കുന്നുണ്ടോ അറിയില്ല. അങ്ങനെ ചെക്ക് ചെയ്യണ നേരത്തെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെന്നാണ്. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാവണ്ട. ഞാൻ നിങ്ങളോട് ഇത് പറയണെന്താ വെച്ചാൽ ഈ സബ്ജക്ട് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് KTU പറഞ്ഞത്. ഇതുവരെ പ്രൊജക്ട് ബേസ്ഡ് അല്ലായിരുന്നു, നോർമൽ തിയറി സബ്ജക്റ്റുകൾ തന്നെയായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആകുമ്പോൾ നിങ്ങൾ റിയൽ ടൈമിൽ ഒരു ഇൻഡസ്ട്രി പോയിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് കുറച്ച് കേസ് സ്റ്റഡീസ് പഠിച്ചിട്ടോ അവതരിപ്പിക്കുമ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ? അപ്പൊ എന്തിനാണ് ഒരു എഞ്ചിനീയർ എന്ന അർത്ഥത്തിൽ എന്തിനാണ് ഈ മാനേജ്മെന്റ് പഠിക്കുന്നത്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ മാനേജ്മെന്റ്? അത് മാനേജ്മെന്റ് പറഞ്ഞാൽ പ്യുവർലി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചില വ്യക്തികളിൽ നിന്ന്, ചില പീപ്പിൾസിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്നതാണ്. അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് നേടിയെടുക്കുന്നതാണ് മാനേജ്മെന്റ്. അപ്പൊ ഈ വ്യക്തികളെ നമ്മൾ കൺട്രോൾ ചെയ്യണം, നമ്മൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കണം, അവർക്ക് അതിന്റെ ടെക്നിക്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവരെ മോട്ടിവേറ്റഡ് ആക്കിയിട്ട് കീപ്പ് ചെയ്യണം, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കണം. ഇങ്ങനത്തെ ഈ പണികളൊക്കെ, ഈ ഫങ്ഷൻസ് ഒക്കെ എന്താണ്? മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ആൾക്കാരിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു എല്ലാത്തിനെയും അതിനെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ പഠിച്ചു കഴിയുന്ന ബിടെക് മെക്കാനിക്കൽ പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ബിടെക് ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു എഞ്ചിനീയർ ആവുകയാണ്. അപ്പൊ ഒരു എഞ്ചിനീയറിന് എന്തിനാണ് മാനേജ്മെന്റ് പഠിക്കേണ്ട ആവശ്യം? അത് വല്ല MBA അങ്ങനെയുള്ള സയൻസ് ആർട്സ് സയൻസ് ഒക്കെ പഠിച്ചുള്ള ആൾക്കാർ ചെയ്താൽ പോരെ എന്നാണോ? നിങ്ങൾ നോക്കി, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഒരു നല്ലൊരു എഞ്ചിനീയറാണ് വിചാരിക്കുക. നിങ്ങൾ ഒരു നല്ല എഞ്ചിനീയറാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു പുതിയ ഒരു ഉദാഹരണം, ഒരു ടർബൈൻ, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഒരു പുതിയ അടിപൊളി, അതായത് നല്ല രീതിയിൽ നമുക്ക് എഫിഷ്യൻസി കിട്ടുന്ന ഒരു ടർബൈൻ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. ഓക്കെ, പക്ഷെ ഈ ടർബൈൻ മാനുഫാക്ചർ ചെയ്യാനുള്ള പൈസ നിങ്ങളുടെ അടുത്തില്ല. ക്ലിയർ? അതായത് നിങ്ങളുടെ അടുത്ത് നല്ലൊരു ഐഡിയയും ഡിസൈനും കൺസെപ്റ്റും ഉണ്ട്, പക്ഷെ ഈ ഡിസൈൻ പ്രാക്ടിക്കലി അറക്കാൻ അതിന് വേണ്ട പൈസയോ അല്ലെങ്കിൽ പൈസ കിട്ടേണ്ട മാർഗങ്ങളോ അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതോ, അപ്പോ ഇനിയിപ്പോ ഒരാളെ നമ്മൾ ഏൽപ്പിച്ചാലും ഇതിന്റെ അതിന്റെ പേറ്റന്റ് നമ്മുടെ പേരിലാക്കണം എന്നുള്ള ഇത്യാദി കുറച്ച് കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾക്ക് ഐഡിയ ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല എഞ്ചിനീയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഒരാളെ നമുക്ക് എഞ്ചിനീയർ ആയിട്ട് പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. നമുക്ക് നല്ല കഴിവും ടാലന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ദ പ്രോബ്ലം ഈസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്കത് പ്രോപ്പർ ആയിട്ട് ഔട്ട്പുട്ട് ആക്കിയിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. എങ്കിൽ നമ്മൾ നല്ല എഞ്ചിനീയർ ആണോ? ഒന്നും വേണ്ട. പെട്ടെന്ന് ക്ലിക്ക് ആകാൻ പറയുന്ന ഒരു എക്സാമ്പിൾ, നമ്മൾ ക്രിക്കറ്റില് നന്നായിട്ട് ബാറ്റ് ചെയ്യാനും ഫീൽഡ് ചെയ്യാനും അറിയുന്ന ഒരാൾ, ഇത് ക്രിക്കറ്റാണ്, ടെക്നിക്കൽ അല്ല, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഉദാഹരണത്തിന് നമ്മുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും നമുക്ക് നമ്മുടെ യശസ് ഉയർത്തുന്ന ഒരാളാണ് ക്രിക്കറ്റിൽ ആരാന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ, അല്ലെ? നന്നായിട്ട് അറിയപ്പെട്ട ആളാണ്, നല്ല ബാറ്റ്സ്മാൻ ആണ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കളിച്ചിട്ട്, അല്ലെ? പക്ഷെ പുള്ളി ക്യാപ്റ്റൻ ആയിരുന്ന കുറച്ച് കാലം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ അന്ന് ജനിച്ചിരുന്നോ അറിയില്ല, ഞാനൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തായിരുന്നു.
പുള്ളി ക്യാപ്റ്റൻ ആയിട്ട് കുറച്ച് കാലയളവിൽ പുള്ളി ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ടീമിന്റെ. അന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീം കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. പുള്ളി ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ പുള്ളി ഫെയിലിയർ ആയിരുന്നു. പക്ഷെ പുള്ളി ക്രിക്കറ്റിൽ അറിയാത്ത ആളാണോ? പുള്ളി ക്രിക്കറ്റിന്റെ ബേസിക് നോളജ് അറിയാത്ത ആളാണ്. പുള്ളി എക്സ്പീരിയൻസ്ഡ് ആണ്, എക്സ്പേർട്ടും ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നല്ല എഞ്ചിനീയർ ആയി നിങ്ങൾ നോക്കിയ ചില എഞ്ചിനീയേഴ്സ്, ഉദാഹരണം എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടി. ചില എഞ്ചിനീയേഴ്സ് അവരുടെ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റില് നല്ല അഗ്രഗണ്യന്മാരായിരിക്കും. പക്ഷെ അവരെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആക്കിയോ, അതേ അവരുടെ ഒരു ടർബൈനിന്റെ നല്ല ഡിസൈനിങ് കാര്യങ്ങളായൊക്കെ നല്ല ഐഡിയ നോളജ് ഉണ്ട്, പക്ഷെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആക്കിയോ ചിലപ്പോൾ അയാൾ അതിൽ വലിയൊരു ഫെയിലിയർ ആയിരിക്കും. അതായത് ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് സ്കില്ല് മാത്രം പോരാ, കുറച്ചും കൂടെ അവിടെ കൺസെപ്ച്വൽ സ്കില്ലിന് പുറമെ ഹ്യൂമൻ സ്കില്ലും കുറച്ച് വേണം. ഹ്യൂമൻ റിലേഷൻസിന്റെ സ്കില്ലും കുറച്ചുകൂടെ വേണം. അതെല്ലാം കൂടെ നടത്തി പോകുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു നല്ല എഞ്ചിനീയർ എന്ന് പറയാൻ പറ്റൂ. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മുടെ കൊച്ചി മെട്രോ അതിന്റെ കൊച്ചി മെട്രോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വ്യക്തി ആരാ? സിംഗിൾ ആയിട്ട് ശരിക്കും ഈ ശ്രീധരൻ സാറാണ്, അല്ലെ? ഈ ശ്രീധരൻ സാറ് ടെക്നിക്കലി നല്ല നോളജ് ഉള്ള ആളാണ്. അയാൾ നല്ലൊരു എഞ്ചിനീയർ ആവാനുള്ള കാരണം എന്താ? അയാൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷനുള്ള കഴിവുണ്ടായിരുന്നു. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ മാനേജ് ചെയ്യാനും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു കഴിവുള്ളത് കൊണ്ടും കൂടിയാണ് അയാൾ നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് അറിയപ്പെട്ടത്. കാരണം ആ ഒരു കൊച്ചി മെട്രോയുടെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നത് പുള്ളിയായിരുന്നു. അതായത് പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഒരു മെട്രോ റെയിൽവേ ഉണ്ടാക്കുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാവും. ഇതിനെല്ലാം പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതൊരു വേറെ സ്കില്ലാണ്, എഞ്ചിനീയറിംഗ് സ്കില്ലല്ല. പക്ഷെ എഞ്ചിനീയേഴ്സിന് അവർക്കത് ഒന്ന് അവരുടെ പ്രൊഫഷനിൽ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വേണ്ടി വരും? മാനേജ്മെന്റ് സ്കില്ലും കൂടെ അവരുടെ ഇതിൽ വേണ്ടി വരും. ഇപ്പൊ നിങ്ങളൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. നിങ്ങളൊക്കെ നാളെ ഇവിടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ നിങ്ങളൊരു എഞ്ചിനീയർ ആയിരിക്കും. ഒരു 6-7 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ടീമിന്റെ ലീഡായിരിക്കും, അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ ഹെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. അങ്ങോട്ടാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ വരിക. ആ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു 80% അവിടെ മാനേജ്മെന്റ് സ്കില്ല് നമുക്ക് വേണ്ടി വരിക. അല്ലാതെ അവിടെ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ ടീമിന്റെ ഹെഡ് ആയി കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും നിങ്ങൾ ക്യാഡും ഗാമും ഇരുന്ന് വിരക്കലാവില്ല നിങ്ങളുടെ പണി. നിങ്ങൾക്ക് അപ്പൊ അവിടെ 80% കൂടുതൽ മാനേജ്മെന്റ് സ്കില്ലാണ് വേണ്ടി വരിക. അതായിരിക്കും കൂടുതൽ പണി. ഓക്കെ, അപ്പൊ ഇതാണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ടർബൈന്റെ കേസിൽ പറയാം. ഇപ്പോൾ ഒരാൾ നല്ലൊരു ടർബൈൻ ഡിസൈൻ ചെയ്തു, അയാൾ നല്ല എഞ്ചിനീയർ ആണ്. പക്ഷെ ഒരു നല്ല മാനേജറും കൂടെ ആവണമെങ്കിൽ അയാളുടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഇപ്പൊ ഈ ഒരു ടർബൈൻ ഉണ്ടാക്കാൻ ഏത് മെറ്റീരിയൽ ഞാൻ ചൂസ് ചെയ്യണം, ആ മെറ്റീരിയൽ കറക്റ്റ് സമയത്ത് എനിക്ക് ഇവിടെ അവൈലബിൾ ആവുന്നുണ്ടോ, എന്നാൽ എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, ഒരു അലോക്കേഷൻ ഉണ്ടാവും. ആ ബഡ്ജറ്റിനെ അമിതമായിട്ട് പോകാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എനിക്ക് പറ്റണം. മാത്രമല്ല അത് ഞാൻ എൻ്റെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ കുറെ വർക്കേഴ്സ് ഉണ്ടാവും, അവരെല്ലാം മോട്ടിവേറ്റ് ചെയ്തിട്ട് കീപ്പ് ചെയ്യണം. മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരാ വർക്കിന് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യണം. അതിനുള്ള കഴിവ് ഇതെല്ലാം കൂടെ കൂടിയാലേ ഒരു നല്ലൊരു എഞ്ചിനീയർ ആവുള്ളൂ. ഇതെല്ലാം കൂടെ കൂടിയതും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ കോഴ്സിന്റെ ഉദ്ദേശം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് നോക്കാം. The course and objective to develop ability to critically evaluate a variety of management practices in the contemporary context. അതായത് to develop the ability to critically evaluate a variety of management. അതായത് ഞാനൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണ നേരത്ത് അവിടെ മാനേജ്മെന്റിന്റെ ഏതെങ്കിലും പ്രിൻസിപ്പൾസ് ഇറക്കിയിട്ട് അവിടെ കുറച്ചും കൂടെ ബെറ്റർനെസ് കൊണ്ടുവരാൻ പറ്റും, കുറച്ചുകൂടെ എഫിഷ്യൻസി കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ സബ്ജക്റ്റ് വഴി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളൊരു സ്ഥാപനത്തിൽ കയറുമ്പോൾ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. Clear? To understand and apply a variety of management and organizational theories in practice. അത് പ്രാക്ടീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതായത് നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ
ഈ മാനേജ്മെന്റ് ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യിപ്പിക്കുക ടു ക്രിയേറ്റ് സസ്റ്റൈനബിൾ ഓർഗനൈസേഷൻസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സയൻസിലെ മാനേജ്മെന്റ് തിയറികൾ എന്ന് പറഞ്ഞിട്ട് കുറേ തിയറികളുണ്ട്. അതിൽ വരുന്നതാണ് ടെയ്ലർ തിയറി, അതുപോലെ വെബേഴ്സിന്റെ തിയറി, ഹെൻറി ഫയോളിന്റെ തിയറി, അങ്ങനെ തിയറികളാണ്. അതായത് മാനേജ്മെന്റ് തിയറീസ് ആണ്. അതായത് പണ്ട് കാലങ്ങളിൽ, അതായത് 1990കളിൽ ഫോർഡ് കാർ ഉണ്ടാക്കുന്ന കമ്പനിയില്ലേ ഫോർഡ്, ഈ ഫോർഡ് അന്നത്തെ കാലത്ത് 1900 കുറെ മുന്നേ കേട്ടോ, അന്നത്തെ കാലത്ത് ഇവര് വണ്ടിയുടെ നിർമ്മാണം എങ്ങനെയെന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഒരു കാറിന്റെ ചേസിസ് ആണ് കംപ്ലീറ്റ് ഉണ്ടാക്കുക. ഓക്കെ, അറ്റ് എ ടൈം ഒരു കാറിന്റെ ചേസിസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കുക. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയട്ടെ. ഒന്ന് ഫോർഡ്, നിങ്ങൾ നോക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഒന്ന് ഫോർഡ്. അപ്പൊ ഇവരെന്താ ചെയ്തെച്ചാൽ അന്നത്തെ കാര്യങ്ങൾ 1900കളിലാട്ടോ, 1990 1900കളിലാണ് അന്ന് ഫോർഡ് ഉണ്ടായത്, 1900s. അപ്പൊ അന്നത്തെ കാലത്ത് ഇവര് വണ്ടിയുടെ ചേസിസ് ആദ്യം ഉണ്ടാക്കും. അത് ചേസ് ഉണ്ടാക്കുമ്പോൾ ഒരേ സമയം കുറെ എണ്ണം ഉണ്ടാക്കുകയല്ല ചെയ്യുക, മറിച്ച് അറ്റ് എ ടൈം ഒരു ചേസിസ് ഉണ്ടാക്കും. ആ ചേസിസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് പോയി പിന്നെ അടുത്ത ചേസിസ് ഉണ്ടാക്കും. അങ്ങനെ ഒരു വണ്ടിയുടെ ബേസിക് ചേസിസ് എന്ന് പറഞ്ഞാൽ ബേസിക് അതിന്റെ സ്ട്രക്ചറാണ്. അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്തത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഫോർഡ് പോയിരുന്നത്. അപ്പൊ അവർ കണ്ടെന്താ വെച്ചാല് അതിന് ഏതാണ്ട് ഒരു ചേസിസ് ഉണ്ടാക്കാൻ ഏതാണ്ട് 12.5 മണിക്കൂർ എടുത്തുക്കണം. എത്രയാ? 12.5 മണിക്കൂർ എടുത്തു എന്നാണ് പറയുന്നത് ഒരു ചേസിസ് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഈ 1910കൾ 1910സിലോ 1911സിലൊക്കെയാണ് എന്ത് ചെയ്തത്, പുതിയൊരു മാനേജ്മെന്റ് തിയറി, ടെയ്ലർ എന്ന് പറയുന്ന നമ്മുടെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ഞാൻ അതൊക്കെ അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാം. ടെയ്ലർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാല് പുള്ളിയുടെ ഒരു തിയറി ഇറക്കി, ദാറ്റ് ഈസ് കോൾഡ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. അതായത് കാര്യങ്ങളെ ശാസ്ത്രീയപരമായിട്ട് ന്യായങ്ങളും കാരണങ്ങളും വെച്ചിട്ട് തീരുമാനിക്കുക. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പഠിക്കുന്നുണ്ടോ. അപ്പൊ ഈ 1910കളിൽ 20കളിലാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ടെയ്ലർ ഇറക്കിയത്. അപ്പൊ ഈ ഫോർഡ് പറയുന്ന കമ്പനി എന്ത് ചെയ്തെന്ന് അറിയും, ഈ ടെയ്ലറിന്റെ ഈ തിയറി അവരുടെ ഓപ്പറേഷനിൽ അവരിറക്കി, അവരുടെ ഇൻഡസ്ട്രിയിൽ ഇറക്കി. അതായത് ടെയ്ലർ പറഞ്ഞ, അതായത് ആ തിയറിയിൽ കുറെ പോയിന്റുകൾ ഉണ്ട്. അതിലൊരു പോയിന്റ് ആണ് സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ്സ് ഉണ്ടാക്കുക. അതായത് ഇപ്പൊ എങ്ങനെ പറയാം, ഇപ്പൊ നിങ്ങൾ ലെയ്ത്തിൽ ഓപ്പറേഷൻ ചെയ്തില്ലേ, ലെയ്ത്തിൽ പല ഓപ്പറേഷൻസ് ഉണ്ട്. ടേണിംഗ് ഉണ്ട്, ഫേസിംഗ് ഉണ്ട്, ത്രെഡിങ് ഉണ്ട്, നേളിംഗ് ഉണ്ട്, അങ്ങനെ പല ഓപ്പറേഷൻ ഇല്ലേ. അപ്പോ ടെയ്ലർ പറഞ്ഞെന്താന്ന് വെച്ചാല് ഒരു യൂണിറ്റിൽ വെറും ത്രെഡിങ് മാത്രം എപ്പോഴും ചെയ്യാം, ഒരു യൂണിറ്റിൽ വെറും ഫേസിങ് മാത്രം ചെയ്യാം, മറ്റൊരു യൂണിറ്റിൽ നേളിംഗ് മാത്രം ചെയ്യാം. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ഓരോ യൂണിറ്റിലും ആ ഓപ്പറേഷന്റെ എക്സ്പേർട്ട് ആൾക്കാർ അവിടെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു പീസിൽ പോയിട്ട് ത്രെഡിങ്ങും ചെയ്യുന്നു, നേളിങ്ങും ചെയ്യുന്നു, ഫേസിങ്ങും ചെയ്യുന്നു, എല്ലാ ഓപ്പറേഷൻ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യം ഒന്ന് ചെയ്യും, പിന്നെ ഒന്ന് ചെയ്യും, പിന്നെ ഒന്ന് ചെയ്യും, പിന്നെ ഒന്ന് ചെയ്യും. ഞാൻ എല്ലാത്തിന്റെ എക്സ്പേർട്ട് ആവണം എന്നില്ല. ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ഓരോ ഓപ്പറേഷൻ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കും. പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് യൂണിറ്റ് ആക്കി കഴിഞ്ഞാൽ നേളിങ് മാത്രം ചെയ്യുന്ന ആള് അതിൽ എക്സ്പേർട്ട് ആയിരിക്കും. നേളിങ് മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. അപ്പൊ അയാൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഫേസിങ് ഓപ്പറേഷൻ ചെയ്യുന്നവൻ അത് മാത്രം ആലോചിച്ചാൽ മതി, അത് മാത്രം അവൻ ചെയ്യുമ്പോൾ അവൻ അതിൽ എക്സ്പേർട്ട് ആയിരിക്കും. ഇതേപോലെ തന്നെ ത്രെഡിങ്ങിന്റെ കേസും അങ്ങനെ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ്സ് ഉണ്ടാക്കുക, ഫങ്ഷണലൈസ്ഡ് യൂണിറ്റ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഫോർഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ ചേസിസ് നിർമ്മാണം ഇതുപോലെ ചില സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ്സ് ആക്കി. അതായത് ഇപ്പൊ അതിന്റെയും പല കാറ്റഗറി ഉണ്ടാവും. ചേസിന്റെ നിർമ്മാണത്തിൽ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഇത് അവർ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഓരോരോ സ്ഥലത്തും അതിൻ്റെതായ എക്സ്പേർട്ട് ഉണ്ടാക്കി. എന്നിട്ട് അവർ ചേസിസ് നിർമ്മാണം തുടങ്ങിയപ്പോൾ അപ്പൊ അവർ കണ്ടെന്ന് വെച്ചാൽ ഒരേ സമയം എന്ത് ചെയ്യാം, അവർക്ക്
ഇപ്പൊ ഒരു ചേസിന്റെ സ്റ്റാർട്ടിങ് എവിടെയെങ്കിലും അതിന്റെ മെറ്റീരിയൽ കളക്ഷനോ കാര്യങ്ങളോ അത് അല്ലെങ്കിൽ അതിന്റെ ജോയിനിങ്ങോ കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊരു സ്ഥലത്ത് അത് കൃത്യമായിട്ട് നടക്കും. അപ്പൊ മറ്റേ സ്ഥലത്ത് ചിലപ്പോൾ ഇവിടുന്ന് പോയത് അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് ഫസ്റ്റ് ടീമിന്റെ അടുത്തേക്ക് വീണ്ടും അവരുടെ കുറച്ച് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ടാവും. അപ്പൊ സെക്കൻഡ് ടീമിലേക്ക് എത്തുന്നതിന്റെ മുന്നേ അവർ ഇവിടുത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യും. സെക്കൻഡ് ടീമിൽ ചിലപ്പോൾ വെൽഡിംഗ് പ്രോസസ്സുകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. വെൽഡിംഗ് കഴിയുമ്പോൾ തേർഡ് ടീമിലേക്ക് പോകും. അപ്പോഴേക്ക് സെക്കൻഡ് ടീമിൽ നിന്ന് ഫസ്റ്റ് ടീമിൽ നിന്ന് അതിന്റെ പ്രൊഡക്ട്സും കാര്യങ്ങളും എത്തിയിട്ടുണ്ടാവും. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടെന്ന് വെച്ചാല് അങ്ങനെ ചെയ്തപ്പോ അവർക്ക് ഒരേ ടൈമില് ഒന്നിലധികം എന്ത് ചെയ്യാൻ പറ്റി, ചേസിസ് നിർമ്മാണം നടത്താൻ പറ്റി. മാത്രമല്ല അവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവർ കണ്ടെന്ന് വെച്ചാൽ ഈ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി അവർ അപ്ലൈ ചെയ്തപ്പോൾ ഒരു ചേസിസ് ഉണ്ടാക്കാൻ അവർക്ക് 93 മിനിറ്റ്സ് മതിയായിരുന്നു. ഇവിടെ 12.5 മണിക്കൂർ. 12.5 എന്ന് പറഞ്ഞാൽ ആലോചിച്ചൊക്കെ 12 × 60 12 720 പ്ലസ് 750 മിനിറ്റ് 750 മിനിറ്റ്സ് എടുത്തിരുന്ന ഒരു സാധനം വെറും 93 മിനിറ്റ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റി. എന്തുകൊണ്ടാ? ആ ഒരു മാനേജ്മെന്റ് കൺസെപ്റ്റ് തിയറി ഇറക്കിയതോടുകൂടി. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ചില പ്രാക്ടീസ് നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇറക്കിയാൽ ചിലപ്പോൾ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവാം. ഇത് വെറുതെ ഒരു ഉദാഹരണം മാത്രം, ഞാൻ ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഉദാഹരണം ഫോർഡിന്റെ കേസിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. വീണ്ടും വേണമെങ്കിൽ പറയാം. നമുക്ക് ടൊയോട്ട കമ്പനി ഇല്ലേ, ടൊയോട്ട നമ്മുടെ വണ്ടിയുടെ, അവിടെ അവര് ഇംപ്ലൈ ചെയ്ത ഒരു കാര്യമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ടൊയോട്ടയില് അവര് ഇറക്കിയൊരു കാര്യമാണ് TQM എന്ന് പറയും, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അതായത് സമസ്ത മേഖലയിലും നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ കുറച്ച് കേസ് ആൻഡ് പ്രിൻസിപ്പിൾസ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അത്ര ഡെപ്തിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ടൊയോട്ട കമ്പനിയുടെ കേസിൽ പൊതുവായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഫാക്ടറി, ഇപ്പൊ പണ്ട് കാലങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ 1970s ഫാക്ടറീസ് എങ്ങനെയാ പോവാന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ലൈൻ ഇങ്ങനെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരാള് ഒരു ചെറിയ ഡിഫക്റ്റ് കണ്ടു എന്ന് വിചാരിച്ചു, ഒരു ചെറിയ ഡിഫക്റ്റ് കണ്ടു. പക്ഷെ അപ്പൊ അവരെന്ത് ചെയ്യില്ല, അവരത് നിർത്തില്ല. അത് കാരണം അത് നിർത്തിക്കഴിഞ്ഞാൽ കുറെ സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ടൈം ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ തെറ്റും, വലിയ നഷ്ടം സംഭവിക്കും. അപ്പൊ അതങ്ങനെ പ്രോസസ് ചെയ്ത് പോകും. ആ ഒരു മിസ്റ്റേക്ക് ഏതെങ്കിലും ഒരു ഐറ്റത്തിന് വന്നിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 4ാമത്തെ ഐറ്റത്തിലായിരിക്കും, അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 16ാമത്തെ ഐറ്റത്തിൽ വീണ്ടും ആ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. അത് നിർത്താതെ അവർ പോകും. എന്നിട്ട് ഫുൾ അസംബ്ലി തീർക്കും. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഫുൾ അസംബ്ലി തീർത്ത് പിന്നെ ആ പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അത് വേസ്റ്റ് ആയ പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അത് അവർ ഒഴിവാക്കും. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതൊരു നഷ്ടം പോലെ അവർക്ക് വരും. ഇതായിരുന്നു പണ്ടുണ്ടായിരുന്ന പരിപാടി. പക്ഷേ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ ലൈനിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് പോവാണ്, അവിടെ അതിനൊരു ഫാൾട്ട് കണ്ടു, അവിടെ അടിച്ചു വാരാൻ വരുന്ന ആള് കണ്ടാൽ പോലും, ഞാനത് അത്രയും താഴ്ത്തി പറഞ്ഞെന്ന് വെച്ചാൽ അടിച്ചു വാരുന്നത് വളരെ മോശമായ ജോലി എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് ബീങ് എനിവൺ, അവിടെ സ്വീപ്പ് ചെയ്യാൻ വന്ന ഒരാൾക്ക് പോലും അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് കണ്ടാൽ അയാൾക്ക് പ്രൊഡക്ഷൻ ലൈൻ സ്റ്റോപ്പ് ചെയ്യാം. കാരണം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ നമുക്ക് ക്വാളിറ്റിയാണ് പ്രധാനം. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ലൈനിൽ അങ്ങനെ പോകുമ്പോൾ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നഷ്ടം വരും, ശരി തന്നെയാണ്. പക്ഷെ കോടികൾ അതായത് പ്രൊഡക്റ്റായി കോടികൾ നഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും നല്ലത് ഇവിടെ കുറച്ച് ആയിരങ്ങൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അവിടെ പ്രൊഡക്ഷൻ ലൈൻ നിർത്തിയാൽ എന്താ ഡിഫക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പ്രൊഡക്ഷൻ ലൈന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പൊ പിന്നെ വരുന്ന പ്രൊഡക്ട്സിന് ആ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ചെറിയൊരു നഷ്ടം വന്നാലും വലിയ ലാഭങ്ങൾ നമുക്ക് പിന്നീട് കിട്ടും. ഇതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രൈസിസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താന്നുള്ളത്. നമ്മൾ ഓൾറെഡി കുറെ എണ്ണം അങ്ങനെ നമ്മൾ അനുഭവിച്ചതാണ് അല്ലെ. നമ്മൾക്ക് പല ഡിസാസ്റ്റേഴ്സും വരുമ്പോൾ ആ ഡിസാസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ റിക്കവർ ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ക്രൈസിസ് മാനേജ്മെന്റിൽ വരുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ വരികയോ അല്ലെങ്കിൽ ക്രൈസിസ് വരികയോ അതിന് ശേഷമുള്ള പണി മാത്രമല്ല, അതുമാണ് അതിന് ശേഷം വരുന്ന പണി മാത്രമല്ല, അതിന് മുന്നത്തെ പണി,
അതായത് ഡിസാസ്റ്റർ വരാതിരിക്കാൻ, ക്രൈസിസ് വരാതിരിക്കാനുള്ള ഒരു മാനേജ്മെന്റും കൂടിയാണ് ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവർ നല്ല എഞ്ചിനീയേഴ്സിനാണ് അറിയാം. ഇപ്പൊ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ചാലഞ്ചർ ഷട്ടിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചാലഞ്ചർ ഷട്ടിൽ ഡിസാസ്റ്റർ, ചാലഞ്ചർ ഷട്ടിൽ ഡിസാസ്റ്റർ. അതായത് 1985 86 ഓർമ്മയില്ല, ഏതായാലും 86 എനിക്ക് ഓർമ്മ, 85 86 ചാലഞ്ചർ ഷട്ടിൽ എന്ന് പറയുന്ന ഒരു ഷട്ടില് എക്സ്പ്ലോഡ് ചെയ്തു, ഒരു സ്പേസ് ക്രാഫ്റ്റ് എക്സ്പ്ലോഡ് ചെയ്തു. അപ്പോൾ ഇതിലെ കാരണങ്ങൾ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും ഈ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിളിനൊപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് കൂടെ നമ്മുടെ കയ്യിൽ വേണം. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫാൾട്ട് വന്നാൽ പോലും മൊത്തത്തിൽ അത് നഷ്ടമാണ്, അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ട് വരും. ഇപ്പൊ ഈ ചാലഞ്ചർ ഷട്ടിൽ ഞാൻ വായിച്ച അറിവുള്ളത് എന്താ വെച്ചാല്, ഈ നിങ്ങൾക്ക് അറിയാറില്ല, ഈ റോക്കറ്റ് വിക്ഷേപണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചന്ദ്രയാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഡേറ്റ് നമ്മൾ ഷട്ടിൽ എങ്ങാനും ആ റോക്കറ്റ് നമുക്ക് ഒരു ഡേറ്റിന് വിക്ഷേപിക്കാൻ പറ്റിയില്ല എങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നീട് അത് ഡേറ്റ് മാറുക ഒരു 3, 4, 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ നിങ്ങൾ ആലോചിച്ചോക്കെ, എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളെങ്കിൽ നമുക്ക് നോക്കി, ഇന്ന് രാവിലെ ആയിരുന്നു വിക്ഷേപിക്കാൻ വെച്ചത്, അപ്പൊ ഇന്ന് പറ്റൂല, ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എന്തെങ്കിലും വയർ കണക്ഷന്റെ പ്രശ്നമുണ്ട്, നമ്മൾ പോകുന്നു, എഞ്ചിനീയേഴ്സ് വയർ കണക്ട് ചെയ്ത് റെഡിയാക്കും. അങ്ങനെ ഒരു 10-20 മിനിറ്റിന്റെ പ്രശ്നം ഉള്ളെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ എന്നാ പിന്നെ ഇന്ന് വൈകുന്നേരം എന്നാ വിക്ഷേപിച്ചൂടെ, അല്ലെങ്കിൽ ഇന്ന് വിക്ഷേപിക്കാൻ പറ്റില്ലെങ്കിൽ എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് വിക്ഷേപിച്ചൂടെ? എന്തുകൊണ്ടാണ് മാസങ്ങൾ കഴിഞ്ഞ് വിക്ഷേപിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഈ വിക്ഷേപിക്കുന്ന സമയം ഇപ്പൊ മൂണിലേക്കാണ്, ചന്ദ്രനിലേക്കാണ് നമ്മൾ വിക്ഷേപിക്കുന്നതെങ്കിൽ ഈ സമയവും അതിന്റെ ബന്ധപ്പെട്ട മൂണിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. കാരണം ഇത് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏർത്തിനൊരു റൊട്ടേഷൻ ഉണ്ട്, മൂണിനും ഒരു റൊട്ടേഷൻ ഉണ്ട്, റെവല്യൂഷൻ ഉണ്ട്, അല്ലെ? ഏർത്തിന്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ടൈമിങ്ങും കാര്യങ്ങളും കറക്റ്റ് നോക്കിയിട്ടാണ് ഇത് ചന്ദ്രനിലേക്ക് എത്തുക. അപ്പൊ നമ്മൾ രാവിലെ ഒരു പർട്ടിക്കുലർ ടൈം വെച്ചിട്ട് എല്ലാ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം വിട്ട് അത് ചന്ദ്രനിൽ എത്തൂല. ചന്ദ്രൻ അതിന്റെ വഴിക്ക് പോകും, ഇത് വേറെ എങ്ങോട്ടെങ്കിലും പോകും. അപ്പൊ പിന്നീട് നമ്മളിത് 2-3 മാസം കഴിഞ്ഞിട്ട് വിക്ഷേപിക്കണം എന്ന് വെച്ചാൽ 2-3 മാസം കഴിഞ്ഞാൽ നമ്മുടെ ഇതേ പൊസിഷനിൽ എർത്തും ഇതേ പൊസിഷനിൽ മൂൺ എത്തുന്ന ഒരു ടൈം ഉണ്ടാവും. അത് ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട്, അപ്പൊ ആ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. കാരണം ഇത് പിന്നെ എല്ലാം റീകാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പൊസിഷനിങ് മാറ്റണമെങ്കിൽ, അപ്പൊ അതിന്റെ ഫ്യൂവലിന്റെ ക്വാളിറ്റിയും കണ്ടന്റ് ഇതൊക്കെ മാറ്റി പറഞ്ഞാൽ നല്ല പണിയാണ്, ബുദ്ധിമുട്ടാണ്. അതിലേറെ ഭേദം ഒരു 2-3 മാസം വെയിറ്റ് ചെയ്ത് നമ്മുടെ അന്നത്തെ അതേ സീക്വൻസിൽ കാര്യങ്ങൾ എത്തുമ്പോൾ വീണ്ടും വിക്ഷേപിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ ഒരു ദിവസം പിറ്റേ ദിവസം പറയുന്ന പോലെയല്ല, അതിന് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല്, ഈ ചാലഞ്ചർ ഷട്ടില് പൊട്ടിത്തെറിച്ചു. എന്തായിരുന്നു കാരണം? ഞാൻ വായിച്ചത് മനസ്സിലാക്കിയെന്ന് വെച്ചാല്, അതിലൊരു O റിംഗ് ഉണ്ടായിരുന്നു, ഒരു റിംഗ് ഇൻ ദ ഷേപ്പ് ഓഫ് O. അതൊരു സീലായിരുന്നു. ആ സീല് പ്രോപ്പർ അല്ലാത്തത് കാരണത്താൽ ഉള്ളിലേക്ക് ഈ കോൾഡ് എയർ ഉള്ളിലേക്ക് വരും, തണുത്ത എയർ ഉള്ളിലേക്ക് വരും. അപ്പൊ അതിനുള്ള അതിനൊരു പ്രൊട്ടക്ഷൻ ആയിരുന്നു, അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കമ്പാർട്ട്മെന്റ്സിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു ഈ സീൽ എന്ന് പറയുന്നത്. അപ്പോ ഇത് വിക്ഷേപിക്കുന്നതിന്റെ തലേന്ന് ചില ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തപ്പോൾ ഇതിന് മാനേജ്മെന്റിനോട് അതിന്റെ എഞ്ചിനീയേഴ്സ് പറഞ്ഞു, ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഇതിന് എന്തില്ല, ആ സീല്, അതായത് സീലിന്റെ പ്രശ്നം അവർ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഉള്ളിലേക്ക് തണുപ്പ് കയറുന്നുണ്ട്, തണുപ്പ് ബ്ലോക്ക് ചെയ്യാൻ അവിടെ ആ ഒരു സിസ്റ്റത്തിന് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇത് ബ്ലോക്ക് ചെയ്യണം. പക്ഷെ മാനേജ്മെന്റ് ടീം എന്ത് ചെയ്തു? അത് അത്ര സീരിയസ് ആക്കി എടുത്തില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അവർ കണ്ടു. അത് കാണാനുള്ള കാരണം എന്താ വെച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രഷർ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിക്ഷേപണം കാര്യങ്ങൾ ഇറക്കുമ്പോൾ അന്ന് സോഷ്യൽ മീഡിയയിലെ TV കൂടെയുള്ള PR വർക്കും പത്രങ്ങളിൽ കൂടെയുള്ള വാർത്തകളൊക്കെ ആയിട്ട് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുമ്പോൾ അവർ നല്ല പ്രഷറിലാണ്. അപ്പൊ ഇതിനി ഒന്ന് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് അത് നടക്കുന്ന പരിപാടിയില്ല. അത് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതൊക്കെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവരത് വിക്ഷേപിക്കുകയും ചെയ്തു. അത് എന്ത് ചെയ്തു? പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ പ്രശ്നം വന്നത് മാനേജ്മെന്റിന്റെ സൈഡിലുള്ള പ്രശ്നമാണ്, നോട്ട് ഫ്രം ദി എഞ്ചിനീയറിംഗ് സൈഡ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ എക്സാമ്പിൾസ് പറയണതെന്ന് വെച്ചാൽ, നമ്മളൊരു എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും വെറും എഞ്ചിനീയറിംഗ് മാത്രം പഠിച്ചു പോവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് എന്ത് വേണം?
നമുക്ക് കുറച്ച് മാനേജ്മെന്റ് കപ്പാസിറ്റിയും പ്രിൻസിപ്പിൾസും അതിൻ്റെ ഉള്ള കുറച്ചുകൂടെ കഴിവ് നമ്മൾ നേടിയെടുക്കണം, ഉണ്ടാക്കിയെടുക്കണം. അതിന് പറ്റുന്ന ഒരു പരിപാടിയാണ് നിങ്ങളുടെ കോളേജിലെ പ്രോഗ്രാംസുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലൊക്കെ എന്തെങ്കിലും അസോസിയേഷൻസുകൾ, അങ്ങനത്തെ വല്ല ടീമുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഹെഡ് ആവാനും അത് മാനേജ് ചെയ്യാനും ഒക്കെ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇറങ്ങുക. അപ്പൊ നിങ്ങൾ ആ പ്രാക്ടിക്കലി അത് പഠിക്കും. സംസാരിക്കാൻ, മൈക്ക് കൂടെ സംസാരിക്കാൻ, ഡെലിവർ ചെയ്യാൻ മടിയുള്ളവരുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പോയി ചെയ്യുന്നെ വേണം, അല്ലാതെ നടക്കൂല. അത് അങ്ങനെ തന്നെ ചെയ്യണം. ക്ലിയർ? അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഭാഗം മാത്രമാണ്. ഇപ്പോൾ നല്ല എഞ്ചിനീയർ ആണ്, പക്ഷെ സംസാരിക്കാൻ അന്തർമുഖനാണെങ്കിൽ, ഇൻട്രോവേർട്ട് ആണെന്നുണ്ടെങ്കിൽ, നാളെ ഇതേപോലെ ഒരു വലിയൊരു പ്രൊജക്ട് ലീഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ചിലപ്പോൾ മാധ്യമങ്ങളെ കാണേണ്ടി വരും. എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചാൽ അത് നേരിടാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ നിങ്ങൾ ആ ഒരു ആംഗിൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരണം. അപ്പൊ അത്ര ഡെവലപ്മെന്റ് അല്ല ഉദ്ദേശം, ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക എന്നുള്ള ഉദ്ദേശത്തിൽ അതിനെ കുറിച്ച് ഒരു ടച്ച് വേണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ KTU ഈ സബ്ജക്റ്റ് ഇറക്കിയിട്ടുള്ളത്, മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ്. പക്ഷെ ഇപ്രാവശ്യം അത് മെക്കാനിക്കലിന് മാത്രമേ ഉള്ളൂ. എന്താണ് അത് അങ്ങനെ വരുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല. ഏതായിരുന്നാലും സിമ്പിൾ ആണ്. എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ, എക്സാം ഓറിയന്റഡ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. വലിയ ടെൻഷനായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ഈ സബ്ജക്ട് ജയിക്കണം, എന്നാലേ നമുക്ക് BTech ഡിഗ്രി കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിലേക്ക് കടക്കാം. എന്താ സിലബസിൽ പറയുന്നത് നോക്കാം. സോ സിലബസിൽ ഒന്നാമത്തെ മൊഡ്യൂൾ നിങ്ങൾ നോക്കിയേ. ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റ് ഒരു കലയാണോ അതോ ശാസ്ത്രമാണോ, ഈസ് ഇറ്റ് ആൻ ആർട്ട് ഓർ സയൻസ്, ഇതിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. നമ്മൾ പൊതുവെ പറയാനുള്ളത് ഡ്രൈവിംഗ്, വണ്ടി ഓടിക്കാൻ, ഡ്രൈവിംഗ് ഒരാൾ പറയാണ് എന്താണ്, ആക്സിലറേറ്റർ ചവിട്ടിയാൽ വണ്ടി മുന്നോട്ട് പോകും, ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിൽക്കും. അതേപോലെ ഗിയർ മാറ്റുന്ന നേരത്ത് നമ്മൾ എന്തെങ്കിലും ക്ലച്ച് ചവിട്ടണം, അല്ലാതെ ബ്രേക്ക് ചവിട്ടുന്ന നേരത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടരുത്, ആക്സിലേറ്ററും ക്ലച്ചും ഒരേ സമയം ചവിട്ടരുത്. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് തിയറിറ്റിക്കലി പഠിച്ചു പോവാം. തിയറിറ്റിക്കലി കാണാപ്പാടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടൊക്കെ അയാൾക്ക് പഠിച്ചു പോവാം. അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് നല്ല ഡ്രൈവർ ആവാൻ പറ്റുമോ? ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്, അല്ലെ? തിയറി അറിയുന്ന ഒരാൾക്ക് എന്തായാലും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഡ്രൈവിംഗ് ഒരു സ്കിൽ തന്നെയാണ്. അതിന് നോളജും വേണം, അതോടൊപ്പം ആ ഡ്രൈവിംഗ് സ്കില്ലും വേണം. ഇതേപോലെ തന്നെയാണ് മാനേജ്മെന്റ് എന്നും പറയുന്നത്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കൂടുതൽ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ആർട്സിന്റെയും സയൻസിന്റെയും പേഴ്സ്പെക്റ്റീവ്സ് എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ അതായത് മാനേജ്മെന്റിനെ ബാധിക്കുന്ന പുറത്തുള്ള എൻവയൺമെന്റുകൾ എന്തൊക്കെയാണ്. പിന്നെ പല മാനേജ്മെന്റ് തിയറി ഉണ്ട്. അതിലാണ് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസ്, നിയോ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസ് ആൻഡ് മോഡേൺ മാനേജ്മെന്റ് തിയറീസ്. ഈ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസിൽ 3 മാനേജ്മെന്റ് തിയറീസ് ഉണ്ട്. നിയോ ക്ലാസിക്കലിൽ മെയിൻലി 2 മാനേജ്മെന്റ് തിയറീസ് ആണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മോഡേൺ മാനേജ്മെന്റ് തിയറീസിൽ 3 or 4 തിയറീസ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, മോഡേൺ എന്ന് പറയുമ്പോൾ 1980s 90s ഉള്ള മാനേജ്മെന്റ് തിയറീസ് ആണ്. മോഡേൺ മാനേജ്മെന്റ് തിയറീസ് ഉണ്ട്. ഇതിൽ ഇവർ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഏതൊക്കെ പഠിപ്പിക്കണം, എന്തൊക്കെ പഠിപ്പിക്കണം എന്നൊന്നും ഇതിൽ പറയുന്നില്ല. പഴയ സിലബസിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്. ഇതിൽ അവർ അങ്ങനെ പറയുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും നമ്മളത് ഫ്രഷ് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാം പഠിക്കാം. ഞാനിവിടെ ക്ലാസ്സിലെല്ലാം എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഏതാണ് ചോദിക്കാന്ന് അറിയാത്തതുകൊണ്ട് നമുക്കറിയാം. ഇപ്പൊ ഈ സിസ്റ്റംസ് അപ്രോച്ച് കണ്ടില്ലേ, ഇത് മോഡേൺ മാനേജ്മെന്റ് തിയറിയിലെ ഒരു തിയറിയാണ് സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എക്സാമിന് അതിന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാനേജേഴ്സിന്റെ ഡിഫറെന്റ് ലെവൽസുകൾ എന്തൊക്കെയാണ്, എന്താണ് അവരുടെ സ്കില്ല്, ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് പ്ലാനിങ്, എന്താണ് മിഷൻ, ഗോൾ, പ്രോഗ്രാം, ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അയ്യോ ഇതൊക്കെയാണോ നമ്മൾ പഠിക്കാൻ പോണത് എന്ന് തോന്നിപ്പോകുന്നുണ്ടാവും. സിമ്പിൾ ആയ കാര്യമാണ്. പിന്നെ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഗനൈസേഷൻ ലെവൽ എന്താണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈൻ ആൻഡ് സ്റ്റാഫ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഈ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ പ്രശ്നം കംപ്ലീറ്റ് തിയറിയാണ്. ബോറടിക്കും. സാധാരണ നമുക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി നമ്മൾ പറയാം. കാരണം ആ ബുക്ക് വായിച്ചാൽ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. കാരണം അങ്ങനെ വെറും തിയറിയാണ്, ബോറിംഗ് ആണ്. നമ്മളിത് ലൈവായിട്ട് നേരിട്ട് ക്ലാസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് കഥകൾ പറഞ്ഞ് നമുക്ക് അങ്ങനെ ബോറടിക്കാത്ത രീതിയിൽ ഒരു പരിധി വരെ കൊണ്ടുപോകാം. പക്ഷെ നമ്മൾ ഈ റെക്കോർഡഡ് വീഡിയോ ഒക്കെ ആകുമ്പോഴേ
നമുക്ക് ഒരുപാട് നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സാധനം ഞാനൊരു 2 മണിക്കൂർ എടുത്ത് സംസാരിച്ച നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണുമോ? എല്ലാവരും ഇയാൾ എന്ത് കത്തിയടിക്കുന്നത്, നിന്ന് കത്തിയടിച്ച് വെറുപ്പിക്കുകയാണല്ലോ ഇയാൾ എന്നൊക്കെ പറയും. നമുക്ക് അറിയുന്നതാണ്, കാരണം ഞാനന്ന് സ്റ്റുഡന്റ് ആയിട്ടിരുന്നത്. കാരണം നമുക്കത് അങ്ങനെ അത് ബോറായി, അത് കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചുകൂടെ രസകരമായിട്ട് നമുക്കൊരു പരിധി വരെ എല്ലാ ക്ലാസ്സിന്റെ ഫുൾ ടൈം അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നടക്കാം. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, നിങ്ങളെ കോളേജിൽ ഈ അത് എടുക്കാൻ അറിയുന്ന ആളാണ് എടുക്കുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, അല്ലാത്തതാണെങ്കിൽ തനി ബോറ് ക്ലാസ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഞാൻ ഇവിടെ ക്ലാസ്സിൽ നമ്മൾ ശരിക്കും എക്സാം ഓറിയന്റൽ പിൻ പോയിന്റ് ആയിട്ടായിരിക്കും എടുക്കുക തിയറി. ഞാൻ കഴിയുന്നതും സമയം ചുരുക്കി മാക്സിമം ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരുന്ന രീതിയിലാക്കാനാണ് നോക്കുക. സോ ദാറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മൊഡ്യൂൾ 2ൽ നോക്കിയാൽ ഈ മാനേജ്മെന്റിന്റെ ലീഡിങ്ങും കൺട്രോളിങ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയാണ്. എന്താണ് ലീഡിങ്? ലീഡർഷിപ്പാണ് ഉദ്ദേശം. അപ്പൊ ലീഡർഷിപ്പിന്റെ ബിഹേവിയർ എന്തൊക്കെയാണ്, എന്താണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, ഇവിടെ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന ഏരിയയാണ് ഡിസിഷൻ മേക്കിംഗ് കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് തരാം, പ്രോബ്ലംസ് വരാം, ന്യൂമറിക്കൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രസകരമായിട്ടിരുന്ന് ചെയ്യാം, വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഡിസിഷൻ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുക, ഡിസിഷൻ ട്രീസ് എന്താണ്, അത് വരക്കുന്നുണ്ട്. EMB മെത്തേഡ്, EOL മെത്തേഡ്, ഇതൊക്കെ റിസ്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ ഡിസിഷൻ അണ്ടർ സർട്ടൈനിറ്റി, നമുക്കറിയാം ഔട്ട്പുട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. അപ്പൊ അങ്ങനത്തെ നേരത്തെ എന്ത് ഡിസിഷൻ എടുക്കേണ്ടത്? ചില നേരത്ത് റിസ്ക് ഉണ്ടാവും, അതായത് നമുക്ക് ഔട്ട്പുട്ട് അറിയാം, ഔട്ട്പുട്ട് വരാനുള്ള ശതമാനങ്ങൾ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏത് ഡിസിഷൻ എടുക്കണം? ഡിസിഷൻ അണ്ടർ അൺസർട്ടൈനിറ്റി, എന്താവും ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നേരത്തെ ഞാൻ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്? അപ്പൊ അതിനൊക്കെ കുറെ മെത്തേഡുകൾ ഉണ്ട്. ആ മെത്തേഡുകളൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത്. ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റിക്ക് മൊഡ്യൂൾ 2ൽ നിന്ന് ഇതിൽ നിന്ന് എന്തുണ്ടാവും, ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതായത് ഡിസിഷൻ ട്രീ എന്ന് വരാൻ പ്രോബ്ലം, അല്ലെങ്കിൽ ഈ മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ നിന്നായിരിക്കാം പ്രോബ്ലം വരിക. ഓക്കെ. മൊഡ്യൂൾ 3ൽ നോക്കിക്കഴിഞ്ഞാൽ മൊഡ്യൂൾ 3ൽ കുറച്ചും കൂടെ ലൈക്ക് പ്രൊജക്ട് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ CPM ആൻഡ് PERT നെറ്റ്വർക്ക്സ് പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം പോയാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഇതിൽ ഈ പറയുന്ന CPM PERT എന്നൊക്കെ പറയുന്നത് ഇതും എന്താണ്, ഇവിടെയും ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളത് പറയും എങ്ങനെയാണത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ അടുത്ത ഹാഫ്, ഈ ഭാഗം ഫുള്ള് തിയറിയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാൻ പവർ, അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ റിക്രൂട്ട്മെന്റ്, സെലക്ഷന്, പ്ലേസ്മെന്റ്, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, കേട്ടോ, മോട്ടിവേഷന്റെ തിയറീസ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ഒക്കെ ചോദ്യം തിയറിറ്റിക്കലി വരുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ സ്വന്തം വാക്കാൽ എഴുതി ഉണ്ടാക്കി ഫലിപ്പിക്കാം. പക്ഷെ കുറച്ച് പോയിന്റ് വൈസ് ആകുമ്പോൾ അതിന് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ടാവും ആൻസേഴ്സ്. മൊഡ്യൂൾ 4 ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ്. അതായത് പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്, അതിന്റെ മെഷർമെന്റ് എങ്ങനെ ചെയ്യും, ഫോർകാസ്റ്റിംഗ് എങ്ങനെ ചെയ്യും. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രൊഡക്ഷൻ ഇത്രയാണ്, അടുത്ത 10 കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കും പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അടുത്ത 10 കൊല്ലം കുറച്ച് നീണ്ടുപോയി, അടുത്ത കൊല്ലം എത്ര പ്രൊഡക്ഷൻസ് ഉണ്ടാക്കാം, അങ്ങനെ ഞാൻ ഫോർകാസ്റ്റ് ചെയ്യാം. മുൻകൂട്ടി ഞാൻ കാൽക്കുലേറ്റ്, പ്രവചിക്കുക എന്നുള്ളതല്ല, കണക്ക് കൂട്ടിയിട്ട് അടുത്ത പ്രാവശ്യം ഇത്ര പ്രൊഡക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് ഫോർകാസ്റ്റിംഗ്. അതെങ്ങനെ ചെയ്യും? മൂവിങ് ആവറേജ് മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് മൂവിങ് ആവറേജ് മെത്തേഡ് ഉണ്ട്, വേറെയുണ്ട്. ഇത് രണ്ടും അല്ലാത്ത സിലബസിൽ ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്മേൽ ഫിക്സ് ചെയ്യാം. ഇത് മാത്രം നമുക്ക് കൂടുതൽ പഠിച്ചാൽ മതി. പിന്നെ ഇത് ഫുള്ള് തിയറിയാണ്. ഇതിലും തിയറി തന്നെയാണ്. ഇവിടെ വേണമെങ്കിൽ കുറച്ച് പ്രോബ്ലംസും അതേപോലെ ഫോർകാസ്റ്റിംഗ് വേണമെങ്കിൽ പ്രോബ്ലംസ് ചോദിക്കാം, പക്ഷെ നമുക്ക് നോക്കാം. ഇത് ഫുള്ള് തിയറിയാണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റിംഗ് മിക്സ്, മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ, മാർക്കറ്റ് ടാർഗറ്റിംഗ്, പ്രൊഡക്റ്റ് പൊസിഷനിങ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഇതൊക്കെ ഓരോന്നും 3 മാർക്കിന് എലിജിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഓരോന്ന് വേണമെങ്കിൽ 3 മാർക്കിന് ചോദിക്കാം. ക്ലിയർ? പക്കാ തിയറി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒക്കെ തിയറിയാണ്. സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇന്റേണൽ മാർക്സ് നോക്കിയാൽ 60 മാർക്കിനാണ്. നിങ്ങളുടെ 2 എക്സാം ഇന്റേണൽ എക്സാം ഉണ്ടാവും, 12.5 അപ്പൊ എത്രയായി, 25 വരും.
പ്ലസ് 5 മാർക്ക് അറ്റൻഡൻസിനാണ്, 30ആയി. ബാക്കി 30 മാർക്ക് പ്രൊജക്റ്റിനാണ്. ശ്രദ്ധിക്കുക, യൂണിവേഴ്സിറ്റി പ്രൊജക്റ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അസൈൻമെന്റ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നിങ്ങളുടെ കോളേജിൽ ഒരു സാർ അസൈൻമെന്റാ തരുന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. കാരണം അസൈൻമെന്റ് എല്ലാവരും നോക്കി എഴുതും, അത് എഴുതുക, കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ 30 മാർക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആശ്വസിക്കാം. അതിപ്പോ ആരും ചെക്ക് ചെയ്യാൻ വന്നാലേ ആവുന്ന പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ഇത് പ്രൊജക്ട് ബേസ്ഡ് ആയിട്ട് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് കുറെ ക്വാളിറ്റി വർദ്ധിക്കും. അപ്പൊ ഇങ്ങനെ ഈ 30 മാർക്ക്, പ്രൊജക്ടിന്റെ 30 മാർക്ക് എങ്ങനെയാണെന്നും കൂടെ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. 4 ഹവറാണ് മൊത്തം ഉണ്ടാവുക. ആഴ്ചയിൽ 4 ഹവറാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അതിൽ 3 അവർ ലെക്ചർ ക്ലാസ് ആണ്. 3 അവർ ക്ലാസ് നടത്തണം എന്നാണ് യൂണിവേഴ്സിറ്റി. അതിലെന്താ, ലെക്ചർ ക്ലാസ് എടുക്കണം, നിങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താം, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, ഈ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നടത്താം. പുറത്തുനിന്ന് ഇൻഡസ്ട്രിയിലെ ആരെങ്കിലും ഗസ്റ്റ് സ്പീക്കേഴ്സിനെ വേണമെങ്കിൽ, ഇതെല്ലാത്തിനും കൂടെ ആണ് 3 മണിക്കൂർ. ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലി നടക്കും കോളേജിൽ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. മറ്റൊരു മണിക്കൂറാണ് നമ്മൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അവിടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രൊജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ അനാലിസിസ് നടത്തുക, അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഫീൽഡ് റിപ്പോർട്ട് ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ അതിന്റെ വർക്ക് കാര്യങ്ങൾ നടത്തണം. ലാസ്റ്റ് അതിന്റെ പ്രസന്റേഷൻ, ഇതാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ വളരെ ചെറിയ എന്തെങ്കിലും നിങ്ങളുടെ ഒരു റിവ്യൂ പോലെ എടുക്കുക, നിങ്ങളുടെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ടോ. അപ്പൊ മാനേജ്മെന്റിന്റെ ഏരിയ ആയതുകൊണ്ട് ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ഒരു ഉദാഹരണം, വെറുതെ റാൻഡംലി ഒരു ഉദാഹരണം പറയട്ടോ, ടീച്ചേഴ്സിന്റെ വർക്ക് ലോഡ് പ്രഷറും അവരുടെ എഫിഷ്യൻസിനെ ബാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചേഴ്സിന്റെ ഇടയിൽ ഒരു അഭിപ്രായ സർവേ എടുക്കാം. അതല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു അഭിപ്രായ സർവേ, എന്തെങ്കിലും ഒരു നിങ്ങൾ എടുക്കുമ്പോൾ, പ്രൊജക്റ്റ് എടുക്കുമ്പോൾ ഒരു എഞ്ചിനീയർ എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു മേഖലയിൽ, ഒരു മാനേജർ എന്നുള്ള മേഖലയിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഒരു പ്രൊജക്റ്റ് എന്ത് ചെയ്യാൻ, എടുക്കാൻ. അപ്പൊ ഈ ഓരോ പ്രൊജക്റ്റ് നിങ്ങൾക്ക് 2 ഫാക്കൽറ്റി മെമ്പേഴ്സ് അസൈൻ ചെയ്യും. അവരാണ് പാനലിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസന്റേഷന്റെയും ഈ നിങ്ങൾ ചെയ്യുന്ന ഈ വർക്കിനൊക്കെ എന്തുന്നുണ്ട്, മാർക്ക് ഉണ്ട്. ഇതിന് ഈ ചെയ്യുന്ന ഈ വർക്കിനാണ് 30 മാർക്ക്. ഈ 30 മാർക്ക് എങ്ങനെയാണെന്നും അവർ കൃത്യമായി യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. പ്രൊജക്ടിന്റെ പ്ലാനിങ്, പ്രൊപ്പോസൽ 5 മാർക്ക്. ഓരോരുത്തർ, അതായത് നിങ്ങളെ ഗ്രൂപ്പായിട്ടായിരിക്കും, 3 or 4 പേരുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. ആ ഗ്രൂപ്പിൽ ഓരോരുത്തർ നിങ്ങൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത്, നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ആൻസർ നൽകുന്നുണ്ടോ, അതിനൊക്കെ പാടെ 4 മാർക്കാണ്. നിങ്ങൾ എത്രത്തോളം പ്രൊജക്ട് വർക്കിൽ ഇൻവോൾവ് ആണ്, നിങ്ങൾ ടീം വർക്കിൽ എത്രത്തോളം ഉണ്ട്, അത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന പാനലിൽ മനസ്സിലാവും നിങ്ങൾ പണിയെടുത്തിട്ട് തന്നെയാണോ, അതല്ല ഒപ്പം ഇങ്ങനെ ഇന്നാക്കി നടക്കണ ആണോ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് മാർക്ക് ഉണ്ട്. നിങ്ങളുടെ പ്രൊജക്ട് എക്സിക്യൂഷൻ, ഇംപ്ലിമെന്റേഷൻ എത്രത്തോളം ഉണ്ട്, അതിന് 10 മാർക്ക്. ഫൈനൽ പ്രസന്റേഷൻ 5 മാർക്ക്. പ്രൊജക്ടിന്റെ ക്വാളിറ്റി, ക്രിയേറ്റിവിറ്റിക്ക് എന്തുണ്ട്, 3 മാർക്ക്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് 30 മാർക്ക്. ഇനി എന്താണ് സാർ പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് പ്രൊപ്പോസൽ എന്ന് ചോദിച്ചാൽ, ഓരോ പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് പ്രൊപ്പോസൽ എന്തൊക്കെയാണ്, അതിൽ ഓരോ പോയിന്റുകൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തതല്ല, യൂണിവേഴ്സിറ്റി തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ബേസിസിൽ വേണം എന്ത് ചെയ്യാൻ, മാർക്ക് ഇടാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പൊ ഇത് കണ്ടോ, 5 മാർക്കാണ്. അപ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി ആൻഡ് ഫീസിബിലിറ്റി ഓഫ് ദ പ്രൊജക്ട് പ്ലാൻ, അതിന് 2 മാർക്ക് ആയിരിക്കും. എത്രത്തോളം റിസർച്ച് നമ്മൾ നടത്തി, അതിന് 2 മാർക്ക് ആയിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ ഒബ്ജക്റ്റീവ് എന്താ, അതിന് 1 മാർക്ക്. ഇത് ഞാൻ വെറുതെ ഇട്ടതാട്ടോ, ഒരു ആവറേജ് നടത്തി ഞാൻ ഇട്ടുന്നുള്ളൂ. ഇങ്ങനെ മാർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ടീച്ചേഴ്സ് ഇടാൻ. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സിനുള്ളതാണ് ഈ മാർക്കിംഗ് സ്കീം. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തെന്ന് വെച്ചാൽ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്ക് ഇടുക. നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് നീറ്റായി കൊണ്ടുവരാം. എങ്ങനെയാണ് ഓരോന്നിന്റെയും മാർക്സ് ഞാൻ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്ലൈഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് നോക്കാം. സിലബസിന്റെ സ്ലൈഡിൽ, ഇൻട്രോ സ്ലൈഡിലാണ് ഈ കാര്യമുണ്ട്. ഓക്കെ, കണ്ടോ, ഫൈനൽ പ്രസന്റേഷൻ 5 മാർക്കാണ്. എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ട് എത്രത്തോളം അവർ കോൺട്രിബ്യൂട്ട്. അപ്പോൾ ഒരാൾക്ക് 5 മാർക്ക് കിട്ടി വിചാരിച്ച ഒപ്പം നിൽക്കണവന് ചിലപ്പോൾ 3 മാർക്കായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? ഇവിടെയാണ് എന്ത് കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, അത് നിങ്ങളുടെ ആ പ്രൊജക്ടിന്റെ ടൈം ലൈനിന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് പോസിറ്റീവ് ആയിട്ടാണോ, എങ്ങനെയാണ് കിട്ടുന്നത്, എത്രത്തോളം തിയറിറ്റിക്കൽ നോളേജ് നിങ്ങൾ എടുത്തു, പ്രോബ്ലം സോൾവിങ് ഇത്യാദി കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത് മിക്കവാറും ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും കിട്ടുക. ആൻഡ് ഫൈനലി ഈ 3 മാർക്സും നിങ്ങളുടെ പ്രൊജക്ട് എത്രത്തോളം ക്രിയേറ്റീവ് ആണ്, ഇന്നോവേറ്റീവ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ടോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ 3 മാർക്ക് വരും. ഇത് നിങ്ങൾ നോക്കിക്കോണം, ഞാൻ ഓരോന്നെടുത്ത് പറയേണ്ട ആവശ്യം. യൂണിവേഴ്സിറ്റി എക്സാം നിങ്ങൾ ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി എക്സാമിന് പാർട്ട് എയിൽ ഉണ്ടാവുക
2 മാർക്കിന്റെ ചോദ്യമായിരിക്കും. പാർട്ട് എയിൽ ഉണ്ടാവുക 2 മാർക്കിന്റെ ചോദ്യം. അങ്ങനെ 8 ചോദ്യങ്ങൾ ഉണ്ടാവും. 8 ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ 4 മൊഡ്യൂൾസിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം എത്ര മാർക്കാ? 16 മാർക്ക്. ക്ലിയർ? ഇനി പാർട്ട് ബിയിൽ നോക്കിയേ. പാർട്ട് ബിയിൽ ഉണ്ടാവുക 6 മാർക്കിന്റെ ചോദ്യമാണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും ഒരു ചോദ്യമാണ് ഉണ്ടാവുക. അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ചോദ്യം ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു ചോദ്യം എഴുതുക. അങ്ങനെ ആ ഒരു ചോദ്യത്തിന് 6 മാർക്കാണ്. അങ്ങനെ 24 മാർക്ക്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങനെ പറയാം, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക്, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക്, തേർഡ് മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക്, ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക്, അങ്ങനെ 40 മാർക്കാണ് ഉണ്ടാവുക. ക്ലിയർ? ഈ 6 മാർക്ക് എന്ന് പറയുന്നത് വേണമെങ്കിൽ അവർ പറയുന്നുണ്ട് സബ് ക്വസ്റ്റ്യൻ, 2 സബ് ക്വസ്റ്റ്യൻ വരെ വരാം. ചിലപ്പോൾ 4-2 എന്നായിരിക്കാം, ചിലപ്പോൾ 3-3 എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. അതായത് മാർക്ക് വളരെ കുറവാണ്. 40 മാർക്കേ ഉള്ളൂ സാറേ, അതിന് 2.5 മണിക്കൂർ സമയം വേണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യന്റെ എണ്ണം, അപ്രോച്ച്, നമ്മൾ എഴുതേണ്ട എണ്ണം മറ്റുള്ള സബ്ജക്റ്റ് പോലെ തന്നെ അത്രയും എണ്ണം ഉണ്ട്. അവരെന്ത് ചെയ്ത് വെച്ചാൽ ആ എഴുതുന്ന എണ്ണത്തിന്റെ മാർക്ക് കുറക്കുക ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തത്? 40 മാർക്കല്ലേ ഉള്ളൂ, 6 മാർക്കല്ലേ ഉള്ളൂ, അപ്പൊ കുറച്ച് എഴുതിയാൽ മതി എന്ന് വിചാരിക്കരുത്. അത്യാവശ്യം എഴുതാനും വേണം. അത് ഇതിലൊക്കെ ചില പ്രോബ്ലംസുകൾ കണ്ട ഒറ്റ പ്രോബ്ലം മതി. അതെന്നെ 14 മാർക്കിനൊക്കെ ഉള്ള പ്രോബ്ലംസ് ആയിരുന്നു പണ്ടത്തെ സ്കീമിൽ. അതേ പ്രോബ്ലം ഇപ്രാവശ്യം നിങ്ങൾക്ക് ചോദിക്കുക 6 മാർക്കാണ്. അതായത് ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 6 മാർക്കായിരിക്കും. അത് നല്ല ഡെപ്തിൽ വരുന്ന പ്രോബ്ലംസുകളാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് 6 മാർക്കായിട്ട് ചുരുക്കിയിട്ടൊന്നും ചോദിക്കില്ല. പറഞ്ഞു വരുന്നത് മാർക്ക് കുറവായിരിക്കും, പക്ഷെ സമയം അതിനനുസരിച്ചുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ എന്തിനാണ് ഈ മാനേജ്മെന്റ് കാര്യങ്ങൾ പഠിക്കണത് എന്നുള്ള അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി ഇപ്പൊ നമ്മൾ കുറെ എക്സാമ്പിൾസ് വെച്ചിട്ട് പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ഞാൻ നീട്ടി വലിച്ച് പറഞ്ഞല്ലോ. ഒപ്റ്റിമൈസിങ് പ്രൊഡക്ഷൻ ഫ്ലോസ്, അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്ന ഫ്ലോനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുക, അത് ബെറ്റർ ആക്കുക. അതായത് ഫോർകാസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ അടുത്ത കൊല്ലം ഇത്ര പ്രൊഡക്ഷൻ ഇനി കൂടിയേക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? അതിന്റെ ഇൻപുട്ട് മെറ്റീരിയൽസ് കൂട്ടിക്കൊണ്ടുവരിക, മെഷീനറീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുക, പ്രൊഡക്ഷൻ ഫ്ലോ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്ട്രാറ്റജിക് പ്രൊജക്ട് ഷെഡ്യൂളിംഗ്, അതായത് CPM പെർട്ട് എന്നൊക്കെ പറഞ്ഞ പ്രൊജക്ട് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകളാണ്. അപ്പൊ അതിന് ഈ പെർട്ടും CPM മെത്തേഡൊക്കെ അറിയുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അവരുടെ പ്രൊജക്ട്. അപ്പൊ ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുറക്കാം, ലേബറിന് കുറക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ, ക്യാപിറ്റൽ കുറക്കാം, അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് കാര്യങ്ങളുണ്ട്. റിസ്ക് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പല സിനാരിയോസ് ഉണ്ട് ഡിസിഷൻ. നേരത്തെ പറഞ്ഞ പോലെ സർട്ടേനിറ്റി വരുന്ന കേസ് ഉണ്ട്, അൺസർട്ടേനിറ്റി വരുന്ന കേസ് ഉണ്ട്, റിസ്ക് വരുന്ന കേസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസുകൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. ലീഡർഷിപ്പിന്റെ നേരത്തെ എങ്ങനെയാണ് ഒരു നല്ല ലീഡർ വരേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാൻ പറ്റും. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് മാർക്കറ്റ് പൊസിഷനിങ്, ഇത് നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്ന നേരത്ത് അത് എപ്പോഴാണ് അത് മാർക്കറ്റ് ചെയ്യേണ്ടത്, ഏത് സമയം എത്തുമ്പോഴാണ് ഞാൻ അതിന് അപ്ഡേഷൻസ് കൊടുക്കേണ്ടത്, അതിന് ഒന്നും കൂടെ ബെറ്റർ ആക്കേണ്ടത്, എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അത് ഏത് ടൈം എത്തുമ്പോഴാണ്, അങ്ങനത്തെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ എല്ലാ സമസ്ത മേഖലയിൽ എന്തുണ്ട്? നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. മാനേജ്മെന്റിന്റെ, ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ മറ്റേ അവരുടെ എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ ആ സ്കിൽസിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതികൾ കാര്യങ്ങളൊക്കെയാണ്. ഏതായിരുന്നാലും ഇത് പല കാറ്റഗറീസ് ആക്കിയിട്ട് ഞാൻ കാണിച്ചെന്നുള്ളൂ. പറയുകയാണെങ്കിൽ ഒരുപാട് കേസുകൾ പറയാണ്ട്. ഞാൻ അതിന്റെ ഉദാഹരണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ തുടക്കത്തിൽ ഫോർഡും അതുപോലെ ടൊയോട്ടന്റെയും പിന്നെ ചാലഞ്ചർ സ്പേസ് ഷട്ടിലൊക്കെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ക്ലിയർ? പിന്നെ ഇതിന് ടെക്സ്റ്റ് ബുക്സുകൾ എന്ന് പറഞ്ഞാൽ പല ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ ഇതിന്റെ ചില മൊഡ്യൂളുകൾ ചില ടെക്സ്റ്റ് ബുക്കാണ്, വേറെ ചില മൊഡ്യൂൾ വേറെ ചില ടെക്സ്റ്റ് ബുക്കുകളാണ്. എല്ലാം കൂടെ ഒന്നിച്ച് വന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഇറക്കുന്നവരുണ്ടാവും. പുതിയ സ്കീം ആകുമ്പോൾ ചിലപ്പോൾ ഇറക്കുന്നവരുണ്ടാവാം. ഇപ്പൊ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെയാണ്. എസെൻഷ്യൽസ് ഓഫ് മാനേജ്മെന്റ് ബൈ ഹറോൾഡ് കൂൺസ്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ കേട്ടോ. ഇയാളെ കുറിച്ചിട്ടൊക്കെ ഇയാളുടെ ലോസ് ഒക്കെ പഠിക്കാനുണ്ട്. ഇയാളുടെ ടെക്സ്റ്റ് ബുക്കാണ് ബേസിസ് ആയിട്ട് എടുക്കുന്നത്. കുറെ കാര്യങ്ങൾ ഇതിൽ കിട്ടും, എല്ലാം ഇതിലില്ല. പിന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ്. ഇതിൽ നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളും ആ തേർഡ് മൊഡ്യൂളിലെയും ഫോർത്ത് മൊഡ്യൂളിലത്തെ കുറച്ചും നമുക്ക് ഓപ്പറേഷൻസ് മാനേജ്മെന്റിലാണ് വരുന്നത്. മഹാദേവന്റെ ബുക്കാണ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ത്രിപാഠിയുടെയും PN റെഡ്ഡിയുടെ ബുക്ക്
അത് ബേസിക് ആയിട്ട് തിയറീസ് വരുന്നതാണ്. ഈ എസെൻഷ്യൽസ് ഓഫ് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലൊക്കെ കുറച്ച് തിയറീസ് ആണ്. അപ്പൊ പല ടെക്സ്റ്റ് ബുക്കുകളിലാണ്. ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ മേടിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ ലൈബ്രറിയിൽ പോയിട്ട് നിങ്ങളൊന്ന് നോക്കുക. കാരണം അവരുടെ എക്സ്പ്ലനേഷനും അവരുടെ ഡെഫിനിഷൻസ് ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ മാനേജ്മെന്റ് സബ്ജക്റ്റിന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിയറി പാർട്ട് ഉണ്ടല്ലോ, പ്രോബ്ലമാറ്റിക് പാർട്ട് നമുക്ക് അങ്ങനെ നടക്കും. തിയറി പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ പോയിന്റ്സുകൾ ഇങ്ങനെ പഠിച്ചു വെക്കും. കാരണം എക്സാം ഹാളിൽ പോയിട്ട് മാനേജ്മെന്റ് പേപ്പർ അല്ലേ, നമ്മളിത് എഴുതുമ്പോൾ നമ്മൾ മറന്നു പോകും പോയിന്റുകൾ. ഇതൊരു ഏതെങ്കിലും ഇപ്പോൾ ഒരു ലേസർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ലേസറിന്റെ പാർട്സുകൾ ഓർമ്മിച്ച് വെക്കാം, അതിന്റെ വർക്കിംഗ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഒരു നല്ല ലീഡർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സാധാരണഗതിയിൽ അയാൾ ഹോണസ്റ്റ് ആയിരിക്കണം, അയാൾ ട്രസ്റ്റ് വർത്തി, ഇങ്ങനെ പറയില്ലേ, ചെറിയ ഹോണസ്റ്റ് ട്രസ്റ്റ് വർത്തി എന്നല്ല, പെട്ടെന്ന് വായിൽ വന്ന പോയിന്റ്സ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചില പോയിന്റ്സ് നമുക്ക് ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ സബ്ജക്റ്റിലുള്ളൂ, മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ എക്സാമിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു എഴുതി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ തിയറി പാർട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഓർത്തെടുക്കുക, അത് പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ നമുക്കൊരു ബോറിങ് അല്ലെങ്കിൽ വെറുപ്പ് വരിക എന്ന് പറഞ്ഞാൽ, ആ ഒരു മടുപ്പ് വരിക എന്ന് പറയുന്നത് അങ്ങനത്തെ കേസുകളാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും അത് നമുക്ക് ഓവർകം ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ എക്സാം എഴുതണ നേരത്ത് നമ്മൾ എന്താണോ അവർ ചോദിച്ചത്, നമ്മളിങ്ങനെ ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയില്ലേ, അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് ആൻസർ ചെയ്യാം. പക്ഷെ പോയിന്റ് വൈസ് കൃത്യമായ പോയിന്റ്സ് വെച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല മാർക്ക് വരും. ഓക്കെ, അപ്പൊ ഈ സബ്ജക്ട് എക്സാമിന് എഴുതുമ്പോൾ, യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതുമ്പോൾ പോലും ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണിത് അവതരിപ്പിക്കണം, ഇത് കുറെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ പറയാം. നമ്മുടെ ഈ യാത്ര ഇവിടെ തുടങ്ങുകയാണ്, പ്രിൻസിപ്പൾസ് മാനേജ്മെന്റ് ഫോർ എഞ്ചിനീയേഴ്സിന്റെ. ആ യാത്രന്റെ ഇടയിൽ നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ട് എങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം, അതുപോലെ നമ്മുടെ ഈ മൊഡ്യൂൾ 1 to 4 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ത്രൂ ഔട്ട് നമ്മൾ പോകും. അപ്പൊ വളരെ മിനിമൽ രീതിയിൽ ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. കാരണം അത് ഒരുപാട് വലുതായി കഴിഞ്ഞാൽ ബോറാവുമെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇപ്പൊ തന്നെ കണ്ടോ, ഇൻട്രൊഡക്ഷൻ തന്നെ നമ്മൾ പല ഉദാഹരണങ്ങൾ പറയുമ്പോൾ തന്നെ ഒരുപാട് സമയം പോവാണ്. ഇത് പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് എനിക്ക് നിർത്തി പോവാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ സബ്ജക്ട് എന്തിനാ അത് പഠിക്കണമെന്നൊക്കെ ഉള്ളതുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഏതായാലും നമ്മുടെ ഇൻട്രോ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ മൊഡ്യൂൾ 1ന്റെ പാർട്ട് 1 എന്ത് ചെയ്യാം, നമുക്ക് കാണാം. സോ സീ യു ദേർ, ബൈ ഗൈസ്.